ഹലോ, അപ്പം എല്ലാവരും എൻ്റെ നുമായിഷിൻ്റെ ഷോർട്ട് വീഡിയോ കണ്ടിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു. അപ്പം ഇന്ന് നമ്മൾ നുമായിഷിൻ്റെ ഒരു ലോങ് വീഡിയോയും കൂടെ അപ്ലോഡ് ചെയ്താൽ എന്താണെന്ന് വിചാരിച്ചു. അപ്പം ഇത് നമ്മൾ ആദ്യം പോയത് ഡേ ടൈമിലായിരുന്നല്ലോ. അപ്പം നമ്മൾ ശരിക്കും നൈറ്റ് ടൈമിൽ വന്നാലാണ് അതിൻ്റെ ശരിക്കുള്ള വൈബൊക്കെ കിട്ടുകയെന്ന് വെച്ചിട്ട് നൈറ്റ് ടൈമിൽ വന്നത്. നമ്മൾ റിപ്പബ്ലിക് ഡേൻ്റെ അന്ന് വൈകുന്നേരമാണ് കേട്ടോ വന്നത്. ഇത് നമ്മുടെ നാംപള്ളി എന്ന് പറയുന്ന സ്ഥലത്താണ് ഉണ്ടാവുക. ഒരു എക്സിബിഷൻ ഗ്രൗണ്ട് എന്ന് പറഞ്ഞിട്ടൊരു ഗ്രൗണ്ട് തന്നെ സ്പെഷ്യലായിട്ടുണ്ട്. ഈ എക്സിബിഷന് വേണ്ടി ഒരു എക്സിബിഷൻ കമ്മിറ്റി ഒക്കെ ഉണ്ട് കേട്ടോ. അപ്പോൾ എല്ലാ വർഷവും ജനുവരി 15 to ഫെബ്രുവരി 15 ഈ ഒരു നുമായിഷ് ഇവർ ഓർഗനൈസ് ചെയ്യുന്നത്. അപ്പം ഇതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വലിയൊരു ഫെസ്റ്റിവൽ തന്നെയാണ്. അപ്പം നമ്മൾ ഏകദേശം 8 മണിയാകുമ്പോഴാണ് ഇവിടെ എത്തിയത്. എന്നിട്ട് നമ്മൾ ഉള്ളിൽ കയറാൻ തന്നെ അരമണിക്കൂർ എടുത്തു. സാധനങ്ങളൊക്കെ നോക്കി. ഇത് നിങ്ങൾ കണ്ടില്ലേ, നല്ല ക്രൗഡഡാണ്, ഇഷ്ടംപോലെ സാധനങ്ങളുണ്ട്. നമുക്ക് എന്ത് വേണമെങ്കിലും മേടിക്കാം. പക്ഷേ ഇവിടെ നമുക്ക് ബാർഗെയിൻ ചെയ്യാൻ അറിയുകയാണെങ്കിൽ നമുക്ക് നല്ല റേറ്റ്സിൽ എല്ലാ സംഭവങ്ങളും കിട്ടും. ഡ്രസ്സാണെങ്കിലും ചെരുപ്പാണെങ്കിലും ഒക്കെ ഇവിടെ നമുക്ക് എന്താ പറയുക, ഹോൾസെയിൽ ഡീലേഴ്സും അതുപോലെ തന്നെ ബ്രാൻഡ്സും ഒക്കെ വരുന്നുണ്ട്. ഞാൻ പതിയെ പറയാം കേട്ടോ. അങ്ങനെ ഇതേ കണ്ടില്ലേ, ഇത്തവണത്തെ പ്രത്യേകത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരുപാട് അധികം സ്റ്റോൾസ് വന്നിട്ടുണ്ടായിരുന്നു. നമ്മുടെ കേരളത്തിൽ നിന്നും ഒക്കെ സ്റ്റോൾസ് വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പം മലബാറുകാരുടെ ഒരു സ്റ്റോൾ വന്നിട്ടുണ്ടായിരുന്നു. അവർ ഹൽവയൊക്കെ നല്ല ഹൽവ അതുപോലത്തെ ചിപ്സൊക്കെ വെച്ചിട്ട്. ഇത് കാണില്ലേ, ഇതൊരു ഷൂ ഷോപ്പാണ്. ഇവിടെ എല്ലാ ടൈപ്പ് ഓഫ് ഷൂസും ഉണ്ടായിരുന്നു. കോലാപുരി, അങ്ങനെ പല സ്റ്റൈൽ, പേർഷ്യൻ സ്റ്റൈൽ ഷൂസ്, ചെരുപ്പുകൾ, അങ്ങനത്തെ കാര്യങ്ങളൊക്കെ. പിന്നെ വന്നിട്ട് നമുക്ക് മെയിനായിട്ട് ഇതാണ് ഞാൻ പറഞ്ഞത്, മലബാറി മഞ്ചീസ് എന്ന് പറഞ്ഞിട്ടൊരു ഷോപ്പ് ഉണ്ടായിരുന്നു. അവിടെ നിന്ന് നമ്മൾ കുറച്ച് സാധനങ്ങൾ മേടിച്ചിട്ടുണ്ടായിരുന്നു. നല്ല അടിപൊളിയായിരുന്നു കേട്ടോ. അവർ മലപ്പുറത്തു നിന്നാണ്, പക്ഷേ ഹൈദരാബാദിലും ഉണ്ട് അവർക്കൊരു ഷോപ്പ്. അങ്ങനെ അവരുടെ ബിസിനസ് എക്സ്പാൻഡ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് മിക്കവരും ഇവിടെ വന്നിട്ടുള്ളത്. പിന്നെ ഇവിടെ നമുക്ക് ഡ്രസ്സൊക്കെ വളരെ ചീപ്പായിട്ട് കിട്ടും. ലൈക്ക് 1000 രൂപയ്ക്ക് 3 ടോപ്പ് അങ്ങനെയൊക്കെ. ഇപ്പം നമ്മൾ വീണ്ടും കഫേ നിലൂഫറിൽ വന്നു, കഴിഞ്ഞ വട്ടം വന്നിട്ട് നമുക്ക് ഇഷ്ടമായതുകൊണ്ട്. അപ്പോൾ ബൺ മസ്കയും ഇറാനി ചായയും ഓൾറെഡി കഴിച്ചതുകൊണ്ട് തന്നെ നമ്മൾ ഇത്തവണ കുറച്ച് വെറൈറ്റി പിടിക്കാമെന്ന് വിചാരിച്ചിട്ട് ഫലാഫൽ റാപ്പും അതുപോലെ തന്നെ ഒരു വെജ് ബണ്ണുമാണ് നമ്മൾ ട്രൈ ചെയ്തത് കേട്ടോ. അങ്ങനെ അതൊക്കെ ട്രൈ ചെയ്യുമ്പോൾ തന്നെ അതിൻ്റെ ഇപ്പുറത്ത് തന്നെ ചുറോസിൻ്റെ ഒരു ഷോപ്പ് ഉണ്ടായിരുന്നു. അത് ജസ്റ്റ് നോക്കി വിട്ടു, കാരണം എല്ലാ ഫുഡും നമുക്ക് ചിലപ്പം പറ്റിയില്ലെങ്കിൽ എന്ന് വിചാരിച്ച് നമ്മൾ ഒരുപാട് എക്സ്പെരിമെൻ്റ് ഒന്നും ചെയ്തില്ല. ഞങ്ങൾക്ക് ആവശ്യമുള്ള കുറച്ച് സാധനങ്ങളുണ്ടായിരുന്നു മെയിനായിട്ട്. അപ്പം അതൊക്കെ മേടിക്കുക എന്നുള്ളൊരു പ്ലാനിലാണ് നമ്മൾ വന്നത്. ഇവിടെ കാശ്മീരി ഗഹ്വ, അതായത് കാശ്മീരി കോഫിയുടെ ഒരു ഷോപ്പ് ഉണ്ടായിരുന്നു. അതുപോലെ ഈറ്റബിൾസ് ഒരുപാടുണ്ടായിരുന്നു. നമ്മുടെ ദോശയുണ്ട്, അതുപോലെ തന്നെ പഞ്ചാബി ക്യുസീൻ, ചൈനീസ്, പേർഷ്യൻ, അറേബ്യൻ, അങ്ങനെ എല്ലാ ക്യുസീൻസും ഇവിടെ ഉണ്ടായിരുന്നു. ഇവിടെ ഞാൻ പറഞ്ഞല്ലോ പല സ്റ്റേറ്റിൽ നിന്നുള്ള ആൾക്കാരുണ്ട്. നമുക്ക് തമിഴ്നാട് നിന്നുള്ള, മറ്റേ തഞ്ചാവൂരിൽ നിന്നുള്ള, മറ്റേ ബൊമ്മകളൊക്കെ ഉണ്ടാക്കുന്ന ആൾക്കാർ, അവരും ഒക്കെ ഇവിടെ ഉണ്ട് കേട്ടോ. ഇതെങ്ങനെയാണെന്ന് പറഞ്ഞാൽ ഈ എക്സിബിഷൻ നമുക്ക് ഒരു ദിവസത്തെ ചിലപ്പോൾ കണ്ടു തീർക്കാൻ പറ്റില്ല. അതായത് ഓരോ സൈഡായിട്ടാണ് നമ്മൾ അന്ന് പോയ സൈഡിലല്ല നമ്മൾ ഇത്തവണ പോയത്, വേറൊരു സൈഡിലായിരുന്നു. പിന്നെ ഇവിടെ ഒരു RBIയുടെ സ്റ്റോൾ ഉണ്ടായിരുന്നു. ഫൈനാൻഷ്യൽ ഫ്രോഡിനെ എങ്ങനെ പ്രിവെൻറ്റ് ചെയ്യാമെന്നൊക്കെ ഇൻഫർമേഷൻ തരുന്ന ഒരു ഇൻഫർമേറ്റീവ് സ്റ്റോളായിരുന്നു അത്. പിന്നെ ഇത് കണ്ടില്ലേ, നിങ്ങൾക്ക് വേണമെങ്കിൽ എക്സിബിഷനൊക്കെ ഇങ്ങനെ വേണമെങ്കിലും ചുറ്റി കാണാം കേട്ടോ. ഇതിന് റേറ്റ് എത്രയാണെന്ന് എനിക്ക് ഐഡിയ ഇല്ല. പിന്നെ ഞങ്ങൾ പോയത് ഈ ഒരു കാർണിവൽ, ഈ ഒരു ജൈൻറ്റ് വീൽ സംഭവത്തിലാണ്. പല ടൈപ്പ് ഓഫ് ജൈൻറ്റ് വീൽസും റൈഡ്സും ഒക്കെ ഉണ്ടായിരുന്നു ഇവിടെ. കുട്ടികൾക്കൊക്കെ നല്ല അടിപൊളിയായിട്ട് എൻജോയ് ചെയ്യാൻ പറ്റും. പക്ഷേ ഞാനൊരു റൈഡിൽ കയറിയിട്ട് എൻ്റെ തലയൊക്കെ കിറങ്ങിപ്പോയി കേട്ടോ. എനിക്ക് ഒന്നാമത് ഇങ്ങനത്തെ റൈഡ് അത്ര ഇഷ്ടമല്ല. ഞാൻ പിന്നെ കുട്ടികൾക്ക് വേണ്ടിയിട്ടൊന്ന് കയറിയതാണ്. ഈ റൈഡ്സൊക്കെ കാണുമ്പോൾ തന്നെ എനിക്ക് പേടിയാവുന്നുണ്ടായിരുന്നു, തലയും കറങ്ങുന്നുണ്ടായിരുന്നു. അപ്പോൾ നിങ്ങൾക്ക് ആർക്കെങ്കിലും ഇതുപോലത്തെ റൈഡ്സ് ഇഷ്ടമാണെങ്കിൽ താഴെ ഒന്ന് കമൻറ്റ് ചെയ്യണം കേട്ടോ. അപ്പോൾ ഈ കൂട്ടത്തിൽ ഏറ്റവും കൂടുതൽ റിസ്ക്കി ആയിട്ടുള്ള റൈഡ് ഇപ്പോൾ വരും, ഞാൻ കാണിച്ചു തരാം. ഇങ്ങോട്ട് നോക്കൂ, ഈ ഒരു റൈഡാണ് ഇത്. നോക്കി ഇത് എങ്ങനെയാണ് കറങ്ങുന്നതെന്ന് നോക്കൂ. എൻ്റെ ദൈവമേ, ഇതിനകത്ത് ഇരിക്കുന്ന ആളൊക്കെ മൊത്തം കൂവലും കരച്ചിലും ഒക്കെ ആയിരുന്നു. പിന്നെ അങ്ങനെ ഞങ്ങൾ നടന്നു പോകുമ്പോഴാണ് നമ്മൾ കുറച്ചൊരു ഷോപ്സൊക്കെ വീണ്ടും കണ്ട്, കുറച്ച് ഡ്രൈ ഫ്രൂട്ട്സും സ്പൈസൊക്കെ കിട്ടുന്ന ഷോപ്സിലൊക്കെ കയറി അതൊക്കെ ഒന്ന് എക്സ്പ്ലോർ ചെയ്തു കേട്ടോ. പിന്നെ അത് കഴിഞ്ഞിട്ട് നമ്മൾ നേരെ ഓരോരോ ഡ്രസ്സിൻ്റെ ഇതൊക്കെ നോക്കി. നമ്മൾ തെലങ്കാന സ്റ്റോഴ്സിൽ നിന്നാണ് ഡ്രസ്സ് മേടിച്ചത്. അവിടെ പല ഓഫർ ഉണ്ടായിരുന്നു. ഇവിടെ നമുക്ക് നൈറ്റീസ്, ടോപ്സ്, അങ്ങനത്തെ പല കാര്യങ്ങളും കിട്ടുമായിരുന്നു. പിന്നെ സാരീസിൻ്റെ ഒക്കെ ഷോപ്സ് ഉണ്ടായിരുന്നു. ബനാറസി, അതുപോലെ തന്നെ നോർത്ത് സ്റ്റൈൽ, ബീഹാർ സ്റ്റൈൽ, അങ്ങനെയൊക്കെ. പിന്നെ ഇത് ഫേർണിച്ചർ ആൻഡ് ഡെക്കോർ ഐറ്റംസിൻ്റെ കുറച്ച് ഷോപ്സാണ്. ഇവിടെയൊക്കെ നമ്മൾ ജസ്റ്റ് നോക്കി വിട്ടതേ ഉള്ളൂ. നമ്മളിപ്പോൾ അങ്ങനെ ഫേർണിച്ചേഴ്സും ഡെക്കോർ ഐറ്റംസും ഒന്നും വലുതായിട്ട് പ്ലാൻ ചെയ്യുന്നില്ല. പിന്നെ കുറച്ച് ബെഡ്ഷീറ്റ്സിൻ്റെയൊക്കെ റേറ്റ് ചോദിച്ചപ്പോൾ വളരെ അഫോർഡബിൾ ആണ്. പിന്നെ നമുക്ക് ആവശ്യമുണ്ടെന്ന് തോന്നിയത് ശരിക്കും ടീ കപ്സും കാര്യങ്ങളൊക്കെ ആയിരുന്നു. അപ്പോൾ നമ്മുടെ വീട്ടിലെ ടീ കപ്സൊക്കെ ഏകദേശം തീരാറായി, പൊട്ടിപ്പൊളിഞ്ഞതുകൊണ്ട് അതൊക്കെ മേടിച്ചു. പിന്നെ ഈ ടോയ് ഷോപ്പിൽ എന്തൊക്കെ സംഭവങ്ങളാണ്, ജെറ്റ് പ്ലെയിൻസ്, അതുപോലെ തന്നെ ബ്രഹ്മോസ് ഒക്കെ ഉണ്ടായിരുന്നു. നമ്മുടെ ഒറിജിനൽ കാറൊക്കെ കണ്ടു കഴിഞ്ഞാൽ ശരിക്കും ഒറിജിനൽ ആണെന്ന് തോന്നുള്ളൂ.
ആ രീതിയിലാണ്. ഇതാണ് കേട്ടോ തെലങ്കാന സ്റ്റോഴ്സിൽ നിന്നാണ് നമ്മൾ ഡ്രസ്സ് മേടിച്ചത്. പിന്നെ അങ്ങനെ നമ്മൾ ടീ കപ്സ് അതുപോലെ വീട്ടിലേക്ക് ആവശ്യമുള്ള ചെറിയ ചെറിയ സാധനങ്ങളൊക്കെ മേടിച്ച് ഇങ്ങനെ മുന്നോട്ട് നീങ്ങുമ്പോഴാണ് ഇവിടെ നമുക്ക് കൺസേർട്ട് നടക്കുന്നുണ്ടെന്ന് അറിഞ്ഞത്. അങ്ങനെ അവിടെ കുറച്ച് നേരം ഇരുന്നു. ഇത് 11 മണി വരെയാണ് ഈ ഒരു എക്സിബിഷൻ. 11 മണിയാകുമ്പോൾ വലിയൊരു സൈറൺ വരും. അപ്പം എല്ലാവരും പുറത്ത് കിടക്കണം എന്നുള്ളതാണ് റൂള്. കുറച്ച് സമയം നമ്മൾ ഇവിടെ ഇരുന്നു. ഇവിടെ വന്നു കഴിഞ്ഞാൽ ശരിക്കും ബാർഗെയിൻ ചെയ്യാൻ അറിയാവുന്നവർക്ക് നല്ലതാണ്. നിങ്ങൾക്ക് ഒരുപാട് എല്ലാ സാധനങ്ങളും ഇവിടെ കിട്ടും. അപ്പോൾ നിങ്ങൾക്ക് താല്പര്യം ഉണ്ടെങ്കിൽ ഒരു ഹോൾ വീഡിയോയും കൂടെ ചെയ്യാം. ഞാൻ കുറച്ച് സാധനങ്ങളെ മേടിച്ചുള്ളൂ, പക്ഷേ സാധനങ്ങളൊക്കെ വെച്ചിട്ട് ഞാൻ ചെറിയൊരു ഹോൾ വീഡിയോ ചെയ്യാം. അപ്പോൾ താഴെ നിന്ന് കമൻറ്റ് ചെയ്യോ ഹോൾ വീഡിയോ വേണോ വേണ്ടയോ എന്നുള്ളത്. അപ്പോൾ പിന്നെ ഇങ്ങനെ നടന്നപ്പം ഈ ഒരു കിച്ചൺ അപ്ലയൻസിൻ്റെ ഷോപ്പ് എനിക്ക് ശരിക്കും ഇഷ്ടമായിട്ടോ. അപ്പോൾ ഞങ്ങൾ കുറച്ചൊന്ന് പ്ലാൻ ചെയ്യണമെന്ന് വിചാരിക്കുന്നുണ്ട്. അങ്ങനെ ഏകദേശം 11 മണിയൊക്കെ ആയപ്പോൾ ഞങ്ങൾ പുറത്തേക്ക് ഇറങ്ങി.